ഹലോ ഡിയർ ഫ്രണ്ട്സ്, വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ്, കമ്പനി ബോർഡ് LGS എന്നീ PSC എക്സാംസിനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വൈസ് പ്രസിഡൻറ്റ് എന്ന് പറയുന്നത്. ഇത് PSC എക്സാംസിന് മാത്രമല്ല UPSC എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിഗാർഡ്ലെസ് ഓഫ് വിച്ച് എക്സാം യു ആർ ഗോയിങ് ടു അറ്റംപ്റ്റ്, ഈ ക്ലാസ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് PSCക്ക് കൂടുതൽ ആർട്ടിക്കിൾസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് നമ്മൾ ഒരു ഷോർട്സ് ഫോമിൽ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ വി ആർ ഗെറ്റിംഗ് ഇൻ ടു ക്ലാസ്. വൈസ് പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഒഫീഷ്യൽ വാറൻറ്റ് ഓഫ് പ്രസിഡൻസിൽ സെക്കൻഡ് ഹയസ്റ്റ് ഓഫീസാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരാം. വൈസ് പ്രസിഡൻറ്റ് ഹോൾഡ്സ് ദ ഓഫീസ് ഓഫ് വൈസ് പ്രസിഡൻറ്റ് ഈസ് സെക്കൻഡ് ഹയസ്റ്റ് ഇൻ ഒഫീഷ്യൽ വാറൻറ്റ് ഓഫ് പ്രസിഡൻസ് എന്ന്. അത് സെക്കൻഡ് എന്നത് മാറ്റി തേർഡ് എന്നാക്കാം, അല്ലെങ്കിൽ ഫോർത്ത് എന്നാക്കാം. അങ്ങനെ ഒരു റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തരാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. വൈസ് പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹയസ്റ്റ് ഓഫീസാണ് ഇന്ത്യൻ ഒഫീഷ്യൽ വാറൻറ്റ് ഓഫ് പ്രസിഡൻസ് അനുസരിച്ച്. നമ്മൾ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഓഫീസുമായിട്ട് സിമിലർ അല്ല. ഇന്ത്യൻ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് നോമിനൽ എക്സിക്യൂട്ടീവ് ആണ്. പക്ഷേ അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് അങ്ങനെയല്ല. ഇന്ത്യൻ പ്രസിഡൻറ്റ് ബ്രിട്ടനിലെ ക്രൗണിൻ്റെ സിമിലർ ആയിട്ടുള്ള പൊസിഷനാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിനുള്ളത്. പക്ഷേ അതേസമയം അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഓഫീസിന് സിമിലർ ആയിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വൈസ് പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യുന്നത് എന്ന്. ഈ മെത്തേഡ് എന്ന് പറയുന്നത്, ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ സെലക്ട് ചെയ്യുന്ന മെത്തേഡ് ഇൻഡയറക്റ്റ് എലക്ഷൻ വഴിയാണ് ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്യുന്നത്. അതിൽ ഇലക്ടറൽ കോളേജ്, അതായത് ആരൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിനെയാണ് ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്നത്. ഈ ഇലക്ടറൽ കോളേജിൽ മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെൻറ്റ് ഉണ്ടാവും. അതായത് രണ്ട് ഹൗസ് ഓഫ് പാർലമെൻറ്റിൽ നിന്നും ഉള്ള ഇലക്റ്റഡും നോമിനേറ്റഡുമായിട്ടുള്ള മെമ്പേഴ്സ് വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ടറൽ കോളേജിലുണ്ട്. മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് ലോക്സഭ ആൻഡ് രാജ്യസഭ, ഈ രണ്ട് ഹൗസ് ഓഫ് പാർലമെൻറ്റിൽ നിന്നുള്ള മെമ്പേഴ്സും വൈസ് പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യുന്ന ഇലക്ടറൽ കോളേജിലുണ്ട്. നമ്മൾ പ്രസിഡൻറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ, പ്രസിഡൻറ്റിനെ നോമിനേറ്റഡ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഇലക്ട് ചെയ്യുമ്പോൾ നോമിനേറ്റഡ് മെമ്പർ ഓഫ് പാർലമെൻറ്റിന് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇലക്റ്റഡ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സും ആണെങ്കിൽ വോട്ട് ഇലക്ടറൽ കോളേജിലേക്ക് ഇന്ത്യൻ പ്രസിഡൻറ്റിനെ വോട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഈ വൈസ് പ്രസിഡൻറ്റിൻ്റെ കേസിൽ അവർക്ക് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വരുന്നില്ല. സംസ്ഥാനത്തിൻ്റെ നിയമസഭയിൽ ഇലക്റ്റഡ് ആയിട്ടുള്ള അംഗങ്ങൾക്ക് ഇന്ത്യൻ പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യുന്നതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിലും ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ സെലക്ട് ചെയ്യുന്നതിൽ ആ ഒരു ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ നമ്മൾ മാനർ ഓഫ് ഇലക്ഷൻ നോക്കുമ്പോൾ അത് എന്ത് രീതിയിലാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് നോക്കുമ്പം, അത് സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ്. സീക്രട്ട് ബാലറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. ഞാനിത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൽ കീ ടേംസ് എല്ലാം ഇംഗ്ലീഷിൽ പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഡിഗ്രി ലെവൽ എക്സാംസിന് ആവശ്യം വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിഗ്രി ലെവൽ എക്സാംസിന് വരുന്നത്. അത് മലയാളത്തിലുണ്ടായാലും അത്
ഇംഗ്ലീഷിലെ അതേ വാക്കുകൾ മലയാളം അക്ഷരത്തിൽ എഴുതിയതായിരിക്കും എന്നൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ക്ലാസ് എടുക്കുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ടേംസ് എല്ലാം ഇംഗ്ലീഷിൽ തന്നെ പറയുന്നത്. അതിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മാനർ ഓഫ് ഇലക്ഷൻ. വൈസ് പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്യുന്ന മാനർ എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ്. രണ്ട് രീതിയിലുള്ള ഈ ഇൻഡയറക്റ്റ് ഇലക്ഷൻ നടക്കുമ്പം രണ്ട് രീതിയിൽ ഇലക്ട് ചെയ്യാം. അതിലൊന്നാണ് ഈ സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. പിന്നെ ഡൗട്ട്സ് ആൻഡ് ഡിസ്പ്യൂട്ട്സ്. ഈ വൈസ് പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്തല്ലോ. വൈസ് പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്തിട്ട് ആ ആളുടെ ഈ ഒരു ഇലക്ഷൻ വൈസ് പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്ത രീതി ഇലക്ഷൻ വോയിഡാണ്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ടുണ്ട്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും തർക്കമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും അതിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് സുപ്രീം കോടതിയാണ്. ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഫൈനലായിരിക്കും. സുപ്രീം കോടതി എന്ത് ഡിസിഷനാണോ ഈ ഡൗട്ട്സ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് റിഗാർഡിങ് ഇലക്ഷൻ ഓഫ് വൈസ് പ്രസിഡൻറ്റ് എടുക്കുന്നത്, ദാറ്റ് വിൽ ബി ഫൈനൽ. അതിന് പിന്നെ പ്രത്യേകിച്ചൊരു അപ്പീൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇല്ല. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഡൗട്ട്സ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് ഇപ്പോൾ ഇൻകംപ്ലീറ്റ് ഇലക്ട്രൽ കൊളീജാണ് ഈ ഡൗട്ട്സ് ആൻഡ് ഡിസ്പ്യൂട്ട്സിൻ്റെ, അതായത് തർക്കത്തിന് കാരണം അല്ലെങ്കിൽ സംശയത്തിന് കാരണമെങ്കിൽ അത് കൺസിഡർ ചെയ്യില്ല. ഇൻകംപ്ലീറ്റ് ഇലക്ട്രൽ കൊളീജ് കംപ്ലീറ്റ് ആയിരുന്നില്ല എന്നത് കൺസിഡർ ചെയ്യുന്ന ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഡൗട്ട്സ് കോടതിയിൽ ചെന്ന് ഡൗട്ട് ആൻഡ് ഡിസ്പ്യൂട്ട്സ് സുപ്രീം കോടതി അന്വേഷിക്കണമെന്നോ അതിൽ തീരുമാനമെടുക്കണമെന്നോ പറയാൻ കഴിയില്ല. ഇലക്ട്രൽ കൊളീജ് ഇൻകംപ്ലീറ്റ് ആണ് എന്നുള്ള റീസൺ കൊണ്ട്, മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് ഈ വൈസ് പ്രസിഡൻറ്റ് ഇലക്ഷനിൽ ഡിസ്പ്യൂട്ട് വരുന്നത് എങ്കിൽ അത് അന്വേഷിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. ആരാണ്? വൈസ് പ്രസിഡൻ്റാണ്. വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനിൽ ഡൗട്ട്സോ ഡിസ്പ്യൂട്ടോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുമാനമെടുക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത് സുപ്രീം കോടതി. പിന്നെ ഇലക്ഷൻ ഇൻ കേസ് ഈ സുപ്രീം കോടതി ഇലക്ഷൻ വോയിഡാണെന്ന് പറഞ്ഞു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിന് ഇത്ര നാൾ, ഇപ്പോൾ ഇന്നാണ് ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ്, ഇപ്പോൾ ഇലക്ട് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ്, ഒരു 2 മാസം മുമ്പ് ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്തു എന്ന് കരുതുക. ഒരു അസ്യൂം ചെയ്യാനാണ് പറയുന്നത്. ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ് 2 മാസം മുമ്പ് ഇലക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ ഈ ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ് ഇലക്ഷൻ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് വാലിഡ് അല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതി അത് അന്വേഷിച്ച് അതിൽ ഡിസൈഡ് ചെയ്തു ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ വാലിഡ് അല്ല, അത് വോയിഡാണ് എന്ന് ഡിക്ലെയർ ചെയ്തു. അത് അസാധുവാണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് വരെ ഉള്ള ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇൻവാലിഡേറ്റഡ് ആവുന്നില്ല. അത് അതേപോലെ നിലനിൽക്കും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പിന്നെ ഇന്ത്യൻ പ്രസിഡൻ്റ് ആവാൻ എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് വേണ്ടത്? ഇന്ത്യൻ പ്രസിഡൻ്റ് ആവാൻ ഒരു വ്യക്തി ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് ഉണ്ടായിരിക്കണം, മെമ്പർ ഓഫ് രാജ്യസഭയിലേക്കുള്ള ഇലക്ഷന് ക്വാളിഫൈഡ് ആയിരിക്കണം. പിന്നെ അതുമാത്രമല്ല, ഓഫീസ് ഓഫ് പ്രോഫിറ്റിൽ ഉണ്ടാവുന്ന ആളായിരിക്കരുത്. സിറ്റിംഗ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ഗവൺമെൻറ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ യൂണിയൻ മിനിസ്റ്റർ ആണെങ്കിലും സ്റ്റേറ്റ് മിനിസ്റ്റർ ആണെങ്കിലും, സിറ്റിംഗ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ഗവൺമെൻറ്, യൂണിയൻ ഓർ സ്റ്റേറ്റ് മിനിസ്റ്ററിനെ ആ പൊസിഷൻസിലിരിക്കുന്ന ആളുകളെ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യുന്നതായിട്ട് കണക്കാക്കുന്നില്ല. പിന്നെ ഈ വൈസ് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്തേക്ക് മത്സരിക്കുവാനുള്ള കാൻഡിഡേച്ചറിന് അതിന് കൊടുക്കുന്ന നോമിനേഷന് 20 പ്രൊപ്പോസർ ഉണ്ടായിരിക്കണം, 20 സെക്കൻഡേഴ്സും ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല 15,000 രൂപ
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് RBIയിൽ കൊടുക്കുകയും വേണം. പിന്നെ അടുത്തതായിട്ട് നമ്മളിപ്പോൾ ക്വാളിഫിക്കേഷൻ നോക്കി. അതിനു മുമ്പ് നമ്മൾ സെക്കൻഡ് ഹയസ്റ്റ് വൈസ് പ്രസിഡൻറ്റ് സെക്കൻഡ് ഹയസ്റ്റ് ഓഫീസാണ്. ഒഫീഷ്യൽ വാറൻറ്റ് ഓഫ് പ്രസിഡൻസിലെ സെക്കൻഡ് ഓഫ് ഹയസ്റ്റ് ഓഫീസുമാണ് എന്ന് കണ്ടു. അത് അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇതിനോട് സിമിലറാണ്. ഇലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. ഇലക്ട്രൽ കോളേജിൽ 2 ഹൗസിലെ ഇലക്റ്റഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ടാവും. മാനർ എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും അതിൽ തീരുമാനം എടുക്കുകയും ചെയ്യുന്നത് സുപ്രീം കോടതിയാണ്. പിന്നെ ഇലക്ഷൻ വോയിഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആക്ട് ഒന്നും ഇൻവാലിഡേറ്റഡ് ആവുന്നില്ല. മനസ്സിലായല്ലോ. പിന്നെ ക്വാളിഫിക്കേഷനും നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് ഓത്താണ്. ഓത്ത് ഓഫ് പ്രസിഡൻറ്റ്, ഓത്ത് ഓഫ് വൈസ് പ്രസിഡൻറ്റ്. ഈ ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത്, ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത് വൈസ് പ്രസിഡൻറ്റിന് ചൊല്ലിക്കൊടുക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻറ്റ് അപ്പോയിൻ്റ് ചെയ്ത ഏതെങ്കിലും ഒരാളായിരിക്കും. അതിൽ ഓത്തിലെ കണ്ടൻറ് എന്ന് പറയുന്നത് ടു ബിയർ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലിഗൻസ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഫെയ്ത്ത്ഫുള്ളി ഡിസ്ചാർജ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസ്. ഇതൊക്കെയാണ് ഓത്തിൻ്റെ കണ്ടൻറ്. ഈ ഓത്താണ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ പറഞ്ഞു കൊടുക്കുന്നത് വൈസ് പ്രസിഡൻറ്റിന്. പിന്നെ എന്തൊക്കെ കണ്ടീഷൻസാണ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആവാനുള്ളത്? ഒരിക്കലും ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ ആവരുത്. അതായത് 2 ഹൗസ് ഓഫ് പാർലമെൻറ്റ്, ലോക്സഭയിലോ രാജ്യസഭയിലോ മെമ്പർ ആയിരിക്കരുത്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും മെമ്പർ ആയിരിക്കാൻ പാടില്ല. പിന്നെ ഇൻ കേസ് അങ്ങനെ മെമ്പർ ഓഫ് പാർലമെൻറ്റോ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ ആണെങ്കിൽ ഇലക്ഷന് പോകുന്ന സമയത്ത് അവരുടെ വൈസ് പ്രസിഡൻറ്റ് ആ സീറ്റ് വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റുള്ളൂ. മറ്റ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഒന്നും ഹോൾഡ് ചെയ്യാനും പാടില്ല. ഇങ്ങനെ 2 കണ്ടീഷൻസാണ് ഇലക്ഷൻ ഓഫ് വൈസ് പ്രസിഡൻ്റായിട്ട് ഉള്ളത്. പിന്നെ വൈസ് പ്രസിഡൻറ്റിന് ഉള്ള ടേം ഓഫ് സർവീസ് എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇൻ കേസ് വൈസ് പ്രസിഡൻറ്റ് റിസൈൻ ചെയ്യണമെങ്കിൽ അത് പ്രസിഡൻറ്റിൻ്റെ അടുത്താണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത്. വൈസ് പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്യണം എന്നാണെങ്കിൽ അത് ഒരു റെസല്യൂഷൻ വഴിയാണ് വൈസ് പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്യുന്നത്. അത് ഇംപീച്ച്മെൻറ്റ് വഴിയല്ല. ഈ പ്രസിഡൻറ്റിനെ ഇംപീച്ച്മെൻറ്റ് വഴിയാണ് റിമൂവ് ചെയ്യുന്നത്. പക്ഷേ വൈസ് പ്രസിഡൻറ്റിനെ റെസല്യൂഷൻ വഴിയാണ് റിമൂവ് ചെയ്യുന്നത്. ഈ റെസല്യൂഷൻ പാസ്സാവണമെങ്കിൽ ആദ്യം രാജ്യസഭയിലെ എല്ലാ ആൾക്കാരുടെയും മെജോറിറ്റി ഇത് പാസ്സാക്കണം, റെസല്യൂഷൻ പാസ്സാക്കണം. എന്നിട്ടത് എഫക്റ്റീവ് മെജോറിറ്റിയോടെ രാജ്യസഭ പാസ്സാക്കിയതിന് ശേഷം അത് ലോക്സഭയിലേക്ക് അയക്കുമ്പോൾ ലോക്സഭയിൽ സിമ്പിൾ മെജോറിറ്റിയിൽ ഈ റെസല്യൂഷൻ പാസ്സാവുകയാണെങ്കിൽ വൈസ് പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്തതായിട്ട് കണക്കാക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു റെസല്യൂഷൻ വൈസ് പ്രസിഡൻറ്റ് റിമൂവ് ചെയ്യാനുള്ള റെസല്യൂഷൻ രാജ്യസഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. 14 days അഡ്വാൻസ് നോട്ടീസ്, മുൻകൂട്ടി 14 ദിവസം മുൻകൂട്ടി പറഞ്ഞതിന് ശേഷം അഡ്വാൻസ് നോട്ടീസ് കൊടുത്തതിന് ശേഷമേ ഇങ്ങനെ ഒരു റെസല്യൂഷൻ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ റിമൂവ് ചെയ്യപ്പെട്ട വൈസ് പ്രസിഡൻറ്റ് വീണ്ടും ഇലക്ഷനിൽ മത്സരിക്കാം. അങ്ങനെ മത്സരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. റിമൂവ് ചെയ്യപ്പെടും എന്നതേ ഉള്ളൂ. പിന്നെ ഇനി നമ്മൾ നോക്കുന്നത് ഏതൊക്കെ ടൈമിലാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ് ഓഫീസ് വേക്കൻ്റ് ആയിരിക്കാൻ സാധ്യതയുള്ളത്. ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ് ഓഫീസ് വേക്കൻ്റ് ആയിരിക്കുന്നത് ടേം എക്സ്പയർ ചെയ്തു എന്ന് പറയുന്നത് 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് എക്സ്പയറായി, റിസൈൻ ചെയ്തു. വൈസ് പ്രസിഡൻറ്റിന് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ് ഓഫീസ് വേക്കൻ്റ് ആയിരിക്കും. റിമൂവ് ചെയ്യപ്പെട്ടാൽ, റെസല്യൂഷൻ വഴി റിമൂവ് ചെയ്യപ്പെട്ടാൽ, ഡെത്ത് സംഭവിച്ചാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് വേക്കൻ്റ് ആയും. ഇങ്ങനെ 5 റീസൺസ് കൊണ്ടാണ് വേക്കൻ്റ് ആവാൻ കഴിയുന്നത്. ഇതിൽ എക്സ്പയറി ഓഫ് ടേമിൽ 5 വർഷം കഴിയുമ്പം വൈസ് പ്രസിഡൻറ്റിൻ്റെ ഓഫീസ്
വൈസ് പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആവുകയാണ് എങ്കിൽ നേരത്തെ ഇലക്ഷൻ ഹെൽഡ് ചെയ്തിട്ടുണ്ടാവണം, ഇലക്ഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം, നേരത്തെ ഇലക്ഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം. റെസിഗ്നേഷൻ, റിമൂവൽ, ഡെത്ത്, അതർ റീസൺ, ഇതൊക്കെയാണെങ്കിൽ വേക്കൻ്റായി ആ സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് വേക്കൻ്റായി എത്രയും പെട്ടെന്ന് എന്ത് നടത്തണം, ഇലക്ഷൻ, വൈസ് പ്രസിഡൻറ്റിൻ്റെ ഓഫീസിലേക്കുള്ള ഇലക്ഷൻ നടത്തണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിന് പുതിയ ഒരാൾ റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ റിസൈൻ ചെയ്തു. വൈസ് പ്രസിഡൻറ്റ് ഇപ്പോൾ റിസൈൻ ചെയ്തു എന്ന് കരുതുക. റിസൈൻ ചെയ്താലും അടുത്ത ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ് ടേം എന്ന് പറയുന്നത് 5 years ആണ്. 5 years ടേമിൽ ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ് 2 വർഷം കഴിയുമ്പോൾ റിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ പുതിയതായിട്ട് ഒരു വൈസ് പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യുന്നു. 5 വർഷമാണ് ടേം, അതിൽ 2 വർഷം കഴിയുമ്പോൾ റിസൈൻ ചെയ്യുന്നു. റിസൈൻ ചെയ്യുമ്പം പുതിയൊരു ഇലക്ഷൻ നടക്കുന്നു. അപ്പം ഇനി വരുന്ന പുതിയതായിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്ന വൈസ് പ്രസിഡൻറ്റ് ബാക്കിയുള്ള 3 വർഷത്തേക്കല്ല ഓഫീസിലിരിക്കുന്നത്. 3 വർഷത്തേക്കല്ല, ബാക്കിയുള്ള 3 വർഷത്തേക്കല്ല, 5 വർഷം ടേം കണ്ടിന്യൂ ചെയ്യും. 5 വർഷം. ഇന്നാണ് ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ ഇന്ന് മുതൽ ഓത്തെടുത്ത് 5 വർഷത്തേക്ക് ഈ ഇലക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ടേം കണ്ടിന്യൂ ചെയ്യും. 3 വർഷത്തിൽ എക്സ്പയർ ആവുന്നില്ല. ഇനി നമ്മൾ നോക്കുന്നത് വൈസ് പ്രസിഡൻറ്റിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ്. വൈസ് പ്രസിഡൻറ്റിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത്, വൈസ് പ്രസിഡൻ്റാണ് രാജ്യസഭേൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അമേരിക്കൻ വൈസ് പ്രസിഡൻ്റാണ് ചെയർമാൻ ഓഫ് സെനറ്റിൻ്റെ ചെയർമാനായിരിക്കുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റിനാണ്. പിന്നെ അതുമാത്രമല്ല, ഓഫീസ് ഓഫ് പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആവുന്ന സമയത്ത് ആ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത്, പ്രസിഡൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത് വൈസ് പ്രസിഡൻ്റാണ്. മാക്സിമം 6 മാസമേ ഇങ്ങനെ വൈസ് പ്രസിഡൻ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റെസിഗ്നേഷൻ, റിമൂവൽ, ഡെത്ത്, ആ സമയത്തൊക്കെ ഇങ്ങനെ പ്രസിഡൻ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സമയത്ത് ഡെപ്യൂട്ടി ചെയർമാൻ, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായിരിക്കും രാജ്യസഭയുടെ ചെയർമാനായിട്ടിരിക്കുക. ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് നമ്മൾ നേരത്തെ കണ്ടില്ലേ. അപ്പോൾ ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോൾ ഈ ചെയർമാൻ സ്ഥാനം ഉള്ള റെസ്പോൺസിബിലിറ്റിയോ പവേഴ്സോ ഒന്നും ഈ വൈസ് പ്രസിഡൻറ്റിനില്ല. വൈസ് പ്രസിഡൻ്റ് ഇപ്പോൾ ആക്ടിംഗ് പ്രസിഡൻ്റാണ്. ഈ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ആരാണപ്പോൾ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത്, ചെയർമാൻ ആവുന്നത്, ചെയർമാൻ്റെ ഡ്യൂട്ടീസും ഫങ്ഷൻസും എല്ലാം ചെയ്ത് ആക്ടിങ് ചെയർമാനായിട്ടിരിക്കുന്ന ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. അത്രയേ ഉള്ളൂ. പിന്നെ സാലറി എന്ന് പറയുന്നത്, വൈസ് പ്രസിഡൻ്റ് എന്ന ഓഫീസിന് ഒരു ഫിക്സഡ് അമോൾമെൻ്റ് ഒന്നും ഇല്ല, ഒരു ഫിക്സഡ് സാലറി ഇല്ല. പക്ഷേ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന രീതിയിൽ റെഗുലർ സാലറി കിട്ടുന്നുണ്ട്. 2018 ഈ 1.25 lakh ആയിരുന്നു ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ സാലറി എന്ന് പറയുന്നത്. അത് 2018 4 lakh പെർ മന്ത്, അതായത് 4 ലക്ഷം, ഒരു മാസം 4 ലക്ഷം എന്ന രീതിയിലേക്ക് മാറ്റി. 2008 പെൻഷൻ 20,000 രൂപ ആയിരുന്നു ഒരു മാസം ഉണ്ടായിരുന്നത്. അത് ഒരു മാസത്തെ സാലറിയുടെ 50% ഉയർത്തി. ആക്ടിംഗ് പ്രസിഡൻറ്റിൻ്റെ സാലറി അലവൻസുമാണ് കിട്ടുന്നത്. ചെയർമാൻ ഓഫ് രാജ്യസഭേൻ്റെ സാലറി ആൻഡ് അലവൻസ് അല്ല കിട്ടുന്നത്, അത് ഡെപ്യൂട്ടി ചെയർമാന് കിട്ടും. ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെയും അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റിനെയും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. ഇന്ത്യൻ പ്രസിഡൻറ്റിന് ആക്ടിംഗ് പ്രസിഡൻ്റ് ആവും. എന്തെങ്കിലും രീതിയിൽ ഓഫീസ് വാക്കൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിംഗ് പ്രസിഡൻ്റ് ആയിരിക്കും. പക്ഷേ അമേരിക്കൻ വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ബാക്കി ഇപ്പോൾ 2 വർഷം കഴിയുമ്പം റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, വേക്കൻ്റ് ആയെങ്കിൽ ബാക്കിയുള്ള സമയത്തേക്ക് 3 വർഷത്തേക്കാണ് അമേരിക്കൻ പ്രസിഡൻ്റ് ഓഫീസിലിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഫുൾ 5 വർഷം കൂടി ഇരിക്കും, ഓഫീസിലിരിക്കും. ഇങ്ങനെയൊരു
ഓഫീസ് വയ്ക്കാൻ കാരണം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കണ്ടിന്യൂറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓഫീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ കണ്ടു? വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ എങ്ങനെ നടക്കുന്നു, മെത്തേഡ്, ഇലക്ട്രൽ കൊളീജ്, മാനർ, പിന്നെ എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് വൈസ് പ്രസിഡൻറ്റിന് ആവാൻ മത്സരിക്കാൻ വേണ്ടത്, വൈസ് പ്രസിഡൻറ്റിൻ്റെ ഓത്ത് എന്തൊക്കെയാണ്, കണ്ടീഷൻസ്, ടേം, പിന്നെ എന്താണ് കണ്ടത്? പിന്നെ നമ്മൾ കണ്ടു ഇപ്പോഴൊക്കെ ഇത് വൈസ് പ്രസിഡൻ്റ് ഓഫീസ് വേക്കൻ്റ് ആയിട്ടിരിക്കാം. അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, സാലറി എത്രയാണ്, പിന്നെ ഇന്ത്യൻ ആൻഡ് അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റിനായിട്ടുള്ളൊരു കമ്പാരിസണും നമ്മൾ നോക്കി. നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. സെക്കൻഡ് ഹയസ്റ്റ് ഓഫീസ് ഇൻ ഒഫീഷ്യൽ വാറണ്ട് ഓഫ് പ്രസിഡൻസ് ആണ്. ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴിയാണ് ഇലക്ട് ചെയ്യപ്പെടുന്നത്. 2 ഇലക്ട്രൽ കോളേജിൽ 2 ഹൗസിലുമുള്ള ആൾക്കാർ ഇലക്ട്രൽ കോളേജിലുണ്ടാവും. സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴിയാണ് ഇങ്ങനെ ഇലക്ട് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ഡിസ്പ്യൂട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതി അന്വേഷിക്കുകയും അതിൻ്റെ ഒരു തീരുമാനം പറയുകയും ചെയ്യും. ആ തീരുമാനം എന്ന് പറയുന്നത് ഫൈനലായിരിക്കും. ഇത് വൈസ് പ്രസിഡൻ്റ് ഇലക്ഷൻ ഇൻകംപ്ലീറ്റ് ഇലക്ട്രൽ കൊളീജ് എന്ന റീസൺ വെച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇൻവാലിഡേറ്റഡ് ആകാൻ, ഡിസ്പ്യൂട്ട് ചലഞ്ച് ചെയ്യാൻ കഴിയില്ല, കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്നാണ് നമ്മൾ നോക്കിയത്. നോമിനേഷന് എത്ര പ്രപ്പോസേഴ്സ് വേണം, എത്ര സെക്കൻഡറീസ് വേണം, പിന്നെ ആരാണ് ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത് വൈസ് പ്രസിഡൻറ്റിന്, പ്രസിഡൻ്റാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ 5 വർഷമാണ് ടേം എന്ന് പറയുന്നത്, അതെപ്പോഴൊക്കെ വേക്കൻ്റ് ആവാമെന്ന് നോക്കി. അപ്പോൾ പവേഴ്സും ഫങ്ഷൻസും ഒക്കെ നമ്മൾ കണ്ടു. സാലറി കണ്ടു. ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ് ആക്ടിംഗ് പ്രസിഡൻ്റാണ്. അത് മാക്സിമം 6 മാസത്തേക്ക് ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് പുതിയൊരു റിമൈനിങ് ബാക്കിയുള്ള വർഷത്തേക്ക്, ഇപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് വേക്കൻ്റ് ആവുന്നത് എങ്കിൽ ബാക്കി 3 വർഷത്തേക്ക് പ്രസിഡൻ്റായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ ഇന്ത്യൻ പ്രസിഡൻറ്റിന് അങ്ങനെയൊരു ഓപ്ഷൻ ഇല്ല. 6 മാസത്തേക്ക് ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് ഇരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വൈസ് പ്രസിഡൻ്റ് എന്ന ടോപ്പിക്കിൽ നോക്കാനുള്ള കാര്യങ്ങൾ. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് മറ്റൊരു ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഷോർട്സ് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്ത് തന്നിരിക്കാം. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാവരും കാണുക, പഠിക്കുക, നോട്ട് എഴുതിയെടുക്കുക, എന്നിട്ട് വീണ്ടും റിവൈസ് ചെയ്യുക. ഇത്രയൊക്കെയാണുള്ളത്. ഓക്കെ, താങ്ക് യു.